ഇറാനെതിരെ ബോംബ് അയക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി കേട്ടിട്ടല്ല. ഇറാനെതിരെ ആയുധമെടുക്കാൻ അമേരിക്ക തയ്യാറാകുകയാണെങ്കിൽ ഇറാനു വേണ്ടി ആദ്യം യുദ്ധക്കളത്തിൽ പുത്തിന്റെ സൈന്യമുണ്ടാകുമെന്ന് ലോകത്തിന് മുഴുവൻ അറിഞ്ഞിട്ടും അദ്ദേഹം ഒമാനിൽ വന്നു. പാശ്ചാത്യർ ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടിച്ചപ്പോൾ പരസ്പരം ആശ്രയിച്ച രണ്ട് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കും. ചതിയോ വഞ്ചനയോ അല്ല, കളികളൊക്കെ നേരിട്ടാണ്. അമേരിക്കയുടെ ആഗ്രഹം അത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കാം. എന്തിനാണ് പുതിൻ ഒമാൻ സന്ദർശനം നടത്തിയത്? അത് എങ്ങനെയാണ് അമേരിക്കയുടെയും ഇറാന്റെയും ബന്ധത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഇറാന്റെയും റഷ്യയുടെയും സൗഹൃദത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറാൻ US ആണവ ചർച്ചകളുടെ അതിർത്തികളിലെ നയതന്ത്ര നീക്കങ്ങൾ വേഗത്തിൽ തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഫ് അൽ സെയ്ദുമായി ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി ക്രെംലിൻ അറിയിച്ചു. ആണവായുധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ വിശ്വസിക്കുന്ന ഇറാന്റെ ആണവ പദ്ധതി തടയുന്നതിനുള്ള ഒരു കരാറിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഇറാൻ ഈ കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചൊവ്വാഴ്ച ക്രെംലിനിൽ നടന്ന ഒരു ബ്രീഫിംഗിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ഈ കാര്യം. ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തുവെന്ന് ക്രെംലിൻ വിദേശനയ സഹായി യൂറി ഉഷാക്കോവ് പറഞ്ഞു. ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഇറാനിയൻ സഹപ്രവർത്തകരുമായി ഞങ്ങൾ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി ഒരു കരാറിൽ ഒതുങ്ങാൻ ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാനെതിരെ തീ തുപ്പാൻ അമേരിക്ക തയ്യാറാകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഭീഷണിപ്പെടുത്തി സമ്മതിക്കാമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കെങ്കിൽ അതിന് ഇറാൻ നിന്നു തരില്ലെന്നായിരുന്നു ഇറാന്റെ പക്ഷം. ഇറാനെ അമേരിക്കയുടെ പക്ഷത്ത് നിർത്തുക എന്നത് അമേരിക്കയെ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ അമേരിക്കയുടെ ഏക പ്രതീക്ഷ റഷ്യ തന്നെയാണ്. അടുത്ത കാലത്തായി റഷ്യയോട് സൗഹൃദം സ്ഥാപിച്ചതിന് പിന്നിലെ അമേരിക്കയുടെ തന്ത്രം എങ്ങനെയെങ്കിലും ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലെ റഷ്യയുടെ ഇടപെടൽ തന്നെയാണ്. ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയ്ക്ക് റഷ്യയ്ക്ക് മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്നതാണ് മറ്റൊരു വസ്തുത. ജനുവരിയിൽ ഇറാനുമായി ഒരു തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ച റഷ്യ ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ടത്. 2018 US പ്രസിഡന്റായ കാലയളവിൽ തന്നെ ട്രംപ് ഉപേക്ഷിച്ച 2015 ഒരു മുൻകാല നാഴികക്കല്ല് ആണവ കരാറിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ മോസ്കോയ്ക്ക് കൃത്യമായ പങ്കുണ്ട്. ഒരു വർഷത്തിന് ശേഷം ഇറാനെ അതിന്റെ നിബന്ധനകൾ ലംഘിക്കാൻ പ്രേരിപ്പിച്ചതും ഈ നീക്കം തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ സൗഹൃദത്തിനു വേണ്ടി ഇറാനെ ഒറ്റുകൊടുക്കാനുള്ള മനസ്സൊന്നും തന്നെ റഷ്യ കാണിക്കില്ല. കാരണം ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഏത് നടപടിയും റഷ്യക്കെതിരെയുള്ളത് തന്നെയാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. കാരണം റഷ്യയെ സംബന്ധിച്ച് ഇറാൻ തന്നെയാണ് മുഖ്യം എന്നോർക്കണം. ഇറാനെതിരായ ഏതൊരു US സൈനിക നടപടിയും നിയമവിരുദ്ധമാകുമെന്ന് തന്നെയാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. ഒമാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ ഒമാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് റഷ്യ എന്ന് മനസ്സിലാക്കാം. റഷ്യൻ ഊർജ്ജ കമ്പനികൾ ഒമാനുമായി ബന്ധം വികസിപ്പിക്കുന്നതിൽ താൽപ്പര്യമുണ്ടെന്ന് പുതിൻ സുൽത്താനോട് സംസാരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വന്നു. ഉക്രൈനുമായിട്ടുള്ള റഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഭാഗമായി പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യം കൂടിയാണ് റഷ്യ. ഈ അവസരത്തിലാണ് മെഡിറ്ററേനിയന് അപ്പുറത്തുള്ള അറബ് ലോകത്തേക്ക് പുതിൻ കണ്ണെത്തിക്കുന്നത്. ഈ വർഷം അവസാനം അറബ് ലീഗ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുമായി ഒരു ഉച്ചകോടി നടത്താനുള്ള പദ്ധതികൾക്കും പുതിൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതോടെ അറബ് ലോകമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢവും ഊഷ്മളവുമായി നിലനിർത്താൻ പുതിൻ പ്രത്യേകം ശ്രദ്ധിക്കും. 2022 ഫെബ്രുവരിയിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. റഷ്യയ്ക്ക് ഇത് തികച്ചും ഒരു അധിനിവേശമായിരുന്നുവെങ്കിലും ഉക്രൈനെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. യുദ്ധത്തെ വലിയ സംഭവമാക്കാൻ നിന്നതിൽ പ്രമുഖരായിട്ടുള്ള അമേരിക്കയും നാറ്റോയും തന്നെയാണ് സ്ഥാനം പിടിക്കുന്നത്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെ ചേർക്കണമെന്ന് പറഞ്ഞ് ഉക്രൈനെ യുദ്ധമുഖത്തെത്തിച്ചതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. ഇതിന്റെ ഭാഗമായി വൻതോതിലുള്ള റഷ്യയുടെ എണ്ണ വ്യാപാരം കുത്തനെ ഇടിഞ്ഞു. ആഗോളതലത്തിൽ റഷ്യയെ കൂടുതൽ ഒറ്റപ്പെടുത്താനായി അമേരിക്ക ചെയ്ത പണികളായിരുന്നു ഇതൊക്കെ. എന്നാൽ അമേരിക്കയുടെ ശിങ്കിടിമാരായ പാശ്ചാത്യരുടെയും ഒരു വിരട്ടലിനും വീഴാൻ റഷ്യ തയ്യാറായിരുന്നില്ല. ഉക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചതിനു ശേഷം വ്യാപകമായ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾക്കായി ഏഷ്യൻ, ആഫ്രിക്കൻ, അറബ് രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഈ വർഷം റഷ്യയും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒരു ഉച്ചകോടി നടത്താൻ തന്നെ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ്
പുടിൻ ഒമാൻ നേതാവിനോട് പറഞ്ഞിരിക്കുന്നത്. അറബ് ലോകത്തെ ഞങ്ങളുടെ നിരവധി സുഹൃത്തുക്കൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു. തീയതിയും സ്ഥലവും വ്യക്തമാക്കാതെ സുൽത്താൻ ഹെതം ബിൻ താരിഫ് അൽ സെയ്ദിനെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള സംഘർഷങ്ങളിൽ റഷ്യയുടെ ഇടപെടൽ സമീപ മാസങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത് മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറത്തേക്ക് US സ്വാധീനത്തെ വെല്ലുവിളിക്കുന്ന ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. 2025 ജനുവരിയിൽ റഷ്യയും ഇറാനും സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. പ്രതിരോധം, ഊർജ്ജം, ധനകാര്യം, സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള 20 വർഷത്തെ കരാറാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. പാശ്ചാത്യ ഉപരോധങ്ങളെ ചെറുക്കുന്നതിനും US ആധിപത്യമുള്ള ആഗോള സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും യോജിച്ച ശ്രമത്തെ ഈ ഉടമ്പടി സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ കേന്ദ്രം അമേരിക്കയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ മനുഷ്യർക്കിടയിൽ നിന്നാണ് ഇറാനും റഷ്യയും ഒരുമിച്ച് പൊരുതുന്നത്. ട്രംപിന്റെ ഏതൊരു പ്രലോഭനത്തിനും റഷ്യ വീഴാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും റഷ്യയെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യമായ ശ്രമം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇറാൻ റഷ്യയുടെ സഹായം തേടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആണവ സാങ്കേതിക വിദ്യയിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നതിനും Su-35 യുദ്ധവിമാനങ്ങൾ പോലുള്ള നൂതന സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി ഉന്നതതല ഇറാനിയൻ ഉദ്യോഗസ്ഥർ മോസ്കോയിലേക്ക് രഹസ്യ സന്ദർശനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആണവ നിർവ്യാപന മാനദണ്ഡങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ചും മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെക്കുറിച്ചും ഈ സഹകരണം ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് അമേരിക്കയുടെ ഭീതി പോലും. ചെങ്കടലിലെ ഹൂതികളെയും ഫലസ്തീനിലെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഒതുക്കി നിർത്തണമെങ്കിൽ ഇറാനെ ഒതുക്കണമെന്ന കാര്യം അമേരിക്കയ്ക്കറിയാം. അതിനുവേണ്ടിയുള്ള തത്രപ്പാടിലാണ് അമേരിക്ക. USഉം ഇറാനും തമ്മിൽ പുതുക്കിയ ആണവ ചർച്ചകളിൽ ഒരു സാധ്യതയുള്ള മധ്യസ്ഥനായി റഷ്യ സ്വയം നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ റോമിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത്. അതിൽ വലിയൊരു പങ്ക് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനായി പ്രവർത്തിക്കാൻ പോലും അവർ നിർദ്ദേശിച്ചു. പ്രാദേശിക സ്ഥിരതയെയും സ്വന്തം ഭൗമരാഷ്ട്രീയ നിലയെയും ബാധിക്കുന്ന ഫലങ്ങളെ സ്വാധീനിക്കുന്നതിൽ റഷ്യയുടെ തന്ത്രപരമായ താൽപര്യം ഈ ഇടപെടൽ അടിവരയിടുന്നതാണ്. അമേരിക്കയുടെ ഏകപക്ഷീയതയെ ചെറുക്കുന്നതിന് ഇറാനും റഷ്യയും പൊതുവായ പ്രതിബദ്ധത പ്രകടിപ്പിച്ച രാഷ്ട്രങ്ങളാണ്. ബ്രിക്സ്, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ സംഘടനകളിലൂടെ സ്വതന്ത്ര രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ച സഹകരണത്തിനായി അവർ വാദിക്കുന്നു. US സ്വാധീനത്തെ വെല്ലുവിളിക്കുന്നതിനും ഒരു ബഹുധ്രുവ ലോകക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിശാലമായ ഒരു തന്ത്രമാണ് ഈ വിന്യാസം പ്രതിഫലിപ്പിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെട്ടു. വ്യാപാര അളവ് ഗണ്യമായി വർദ്ധിച്ചു. വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുടെ വികസനം പോലുള്ള സഹകരണ പദ്ധതികൾ ഇരു രാജ്യങ്ങളും മറ്റ് പ്രാദേശിക പങ്കാളികളും തമ്മിലുള്ള കണക്ടിവിറ്റിയും സാമ്പത്തിക സംയോജനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നവയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കുന്നതിനും പാശ്ചാത്യ വിപണികളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തന്ത്രപരമായ പങ്കാളിത്തം, സൈനിക സഹകരണം മുതൽ നയതന്ത്ര മധ്യസ്ഥത വരെയുള്ള US ഇറാൻ ചലനാത്മകതയിൽ റഷ്യയുടെ ബഹുമുഖ ഇടപെടൽ US താൽപര്യങ്ങളെ വെല്ലുവിളിക്കുന്നതും അതുപോലെ ബദൽ സഖ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ രീതിയിൽ പ്രാദേശിക ആഗോള ശക്തിഘടനയെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു യോജിച്ച ശ്രമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ന് അമേരിക്ക ഭയക്കുന്ന രീതിയിൽ വളർന്നു വന്ന ഇറാനെ ഇങ്ങനെയാക്കിയതിൽ നിർണായക പങ്ക് റഷ്യയ്ക്കുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമേരിക്ക നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ താങ്ങായും തണലായും നിൽക്കാൻ റഷ്യ ഇറാനൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് റഷ്യ ഇറാനെ സഹായിച്ചത് എന്നുകൂടി ഞാൻ പറയാം. വ്യാവസായിക മേഖലയിൽ ഉൽപാദനത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും ആവശ്യമായ യന്ത്രങ്ങൾ, വ്യാവസായിക ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റൊസാറ്റം, ബുഷർ ആണവ നിലയം എന്നിവയുടെ ഇറാന്റെ ആണവോർജ്ജ പദ്ധതിയിലെ റഷ്യൻ പങ്കാളിത്തം ഇറാന്റെ ശാസ്ത്രീയവും വ്യാവസായികവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഊർജ്ജ സ്രോതസ്സുകൾ വേർതിരിച്ചെടുക്കുന്നതിനും റഷ്യൻ എണ്ണവാതക കമ്പനികൾ ഇറാനുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ റഷ്യ ഒരു സാങ്കേതിക പങ്കാളിയായും ഒരു പ്രധാന കയറ്റുമതി വിപണിയായും പ്രവർത്തിക്കുന്നു. ആഭ്യന്തര ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ റഷ്യയിലേക്ക് പഴങ്ങൾ, പരിപ്പ്, പച്ചക്കറികൾ എന്നിവ കയറ്റുമതിയും ചെയ്യുന്നു. അതേസമയം ആഭ്യന്തര ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനായി റഷ്യൻ ധാന്യങ്ങൾ ഇറക്കുമതിയും ചെയ്യുന്നു. ഇറാന്റെ കാർഷിക കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാർഷിക ഉപകരണങ്ങളും ജലസേചനത്തിലും യന്ത്രവൽക്കരണപ്പെട്ടതിലും പങ്കിട്ട വൈദഗ്ധ്യം റഷ്യ നൽകിയിട്ടുണ്ട്. സംയുക്ത ഗവേഷണ പരിപാടികളും വിദ്യാഭ്യാസ വിനിമയങ്ങളും ഈ സഹകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അറിവുകൾ പരസ്പരം കൈമാറിയും ശേഷികൾ വർദ്ധിപ്പിച്ചും ഇരു രാഷ്ട്രങ്ങളും വളർന്നു വന്നു. ചുരുക്കി പറഞ്ഞാൽ പാശ്ചാത്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും
സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുന്നതിനും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും വികസന പാത തുടരുന്നതിനും ഇറാനെ സഹായിക്കുന്നതിൽ റഷ്യയുടെ പിന്തുണ നിർണായകം തന്നെയാണ്. എന്തിനായിരിക്കും അപ്പോൾ ഒമാനിൽ റഷ്യ എത്തിയെന്ന ചോദ്യം ഇവിടെ നിർണായകമാവുന്നു. കാരണം റഷ്യ ഇവിടെ എത്തിയത് ഇറാനെതിരെ നിൽക്കാനല്ല, ഇറാനൊപ്പം നിന്ന് അമേരിക്കയെ നേരിടാൻ തന്നെയാണ്. മാത്രവുമല്ല, അറബ് രാഷ്ട്രങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള പദ്ധതി പുതിൻ തയ്യാറാക്കുന്നു എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.